ഇത് നമ്മുടെ നെടുങ്കുന്നം ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പം ഞാനിവിടെ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഇവിടെ കുറേ വാടാമുല്ലകളുടെ ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ അരിയെല്ലാം ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഴ വന്നിട്ടും 2 മഴ വന്നിട്ടും ഇതുവരെയായിട്ട് അത് മുളച്ചില്ല. ചെടികളൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി വെച്ചതാണ്. അപ്പം നമ്മുടെ ഇവിടെയാണ് കോൺക്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ഞങ്ങളൊരു 3000 രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്തതാണ്. ഇത് പൈപ്പ് ലൈനിൻ്റെ ലൈൻ പോയതാണ്. അപ്പം നമ്മുടെ ചെത്തിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലതരം ചെത്തികൾ ഇവിടെയുണ്ട്. ഇത് വേറൊരു തരം പൂവുള്ള ചെത്തിയാണ്. പൂക്കളെല്ലാം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് ഓണക്കാലമാകുമ്പോഴത്തേന് ഒരു അടിപൊളി പാട്ടുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ പൂവൊക്കെ ഒന്ന് റെഡിയായിക്കോട്ടെ. പൂച്ചകളുടെ ഭയങ്കര ശല്യമാണ്. നമ്മുടെ ഈ മുറ്റത്തിങ്ങനെ മണൽ വിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് രാത്രിക്ക് പൂച്ച വന്ന് ഇവിടെയാണ് കളിയും ബഹളവും ചെരുപ്പും പട്ടിയെല്ലാം കടിച്ച് പറിച്ച് കളയുകയെല്ലാം ചെയ്യുന്നു. വണ്ടി പിന്നെ ഇവിടെ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നതുകൊണ്ടായിട്ട് വലിയ ശല്യമില്ല. നമ്മൾ എത്ര നന്നായിട്ട് സൂക്ഷിക്കുന്നു അവിടെയാണ് ഈ ചില ജീവികൾ കയറി നശിപ്പിക്കുകയും വൃത്തികേടാക്കുകയും ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് പൂച്ചയുടെയും പട്ടികളും. ഇവിടുത്തെ പൂച്ചകളും പട്ടികളും ഭയങ്കര ശല്യമാണ്. നമ്മുടെ ഗ്രാമ്പൂ അങ്ങോട്ട് നിൽക്കുന്നതാണ്. ആ തെങ്ങ് വെട്ടിയിട്ടപ്പോൾ കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ കരിഞ്ഞായിരുന്നു. ഞാനത് കളയുന്നില്ല, വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അവിടെ ഒരു വാഴ നിൽപ്പുണ്ടായിരുന്നു. അത് തെങ്ങിൻ്റെ കൊമ്പ് വീണപ്പോൾ ഒടിഞ്ഞു പോയി. വീണ്ടും മുളച്ച് വരുമായിരിക്കും. ഇവിടുത്തെ വാഴ നന്നായിട്ട് കയറി വരുന്നുണ്ട്, വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ചെടികളും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട്. വാഴകളും അവിടുത്തെ 2 വാഴ ഇതും പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കദളി വാഴയുണ്ട്. നമ്മുടെ കോളാമ്പിപ്പൂ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ ചെടികളൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് നമുക്ക് കടയിൽ കൊണ്ടുവന്ന് ചട്ടിക്കകത്ത് വെക്കണമെന്ന് ആലോചിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അവിടെ ചട്ടിക്കകത്തൊരു ചെടി വെച്ചിരുന്നു. അത് ആൾക്കാരെല്ലാം വന്ന് ചോദിച്ച് പ്ലാസ്റ്റിക്കാണോ അതാണോ ഇതാണോ ചോദിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് അത് കരിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞങ്ങളത് കരിഞ്ഞു പോയത് പോട്ടേന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരുന്നത്. ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെയായിരുന്നു. ഇത് നമ്മുടെ കദളിയാണ്. അത് റെഡിയായിട്ടുണ്ട്. ഇത് നമ്മുടെ റോബസ്റ്റ, അതും പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ജൈവപ്പന്തൽ നല്ല ആക്റ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പന്തലൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഫുഡ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇന്ന് കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നത്. ഹൈ ഡിയർ ലൈഫ് ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചീരയൊക്കെ 18 തവണയോളം നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതെല്ലാം തീരുന്നു. ഇന്നെന്താണ് എന്ന് നോക്കാം. എന്തോ പാഴ്സൽ മേടിച്ച ഈ പാഴ്സൽ ആവശ്യമുള്ളതാണോ? ഇത് നമുക്കൊന്ന് തോരൻ വെക്കണം. കാബേജ് കോഴിക്ക് വേണ്ടിയിട്ടുള്ള പകുതി എടുത്ത് കുറച്ചും കൂടെ ഉള്ളു തീരാൻ പോവുക. ഇത് നമ്മൾ പാവയ്ക്കയുടെ കുരുവാണ്. അതൊന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതെടുത്ത് കുഴിച്ചിടാം. അത് നമ്മുടെ പാവലയിൽ തന്നെ പാവയ്ക്കായ
ഏലാക്കുരുവാണ്. അപ്പോൾ 2 ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ ആശാന്മാർക്ക് 9 മണിയായി, ഇപ്പോൾ ഫുഡ് ചെല്ലുന്ന സമയമാണ്. അതുകൊണ്ടാണ് നല്ല കരച്ചിലാണ്. ഇപ്പം തന്നെ കൊണ്ടുവരണം, ഞാൻ എല്ലാം റെഡിയാക്കി വരും. അപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് പറിച്ചെടുത്തേക്കാമെന്ന് വെച്ചു. ഇപ്പം തന്നെ പയർ നമ്മളൊരു 5 തവണയോളം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം പാകമായതാണ്. അപ്പോൾ ഇതെല്ലാം ഇനി പറിച്ചെടുക്കണം ഇപ്പം തന്നെ. അപ്പോൾ ഇത് പറിച്ചെടുത്താൽ തന്നെ 1 കിലോ പയറോളം നമുക്ക് ഇപ്പോൾ കിട്ടണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഓരോ കൃഷികൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദിവസത്തെ കറികളുടെ കാര്യങ്ങൾ നടക്കും. അതുവഴി നമുക്ക് വരുമാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതൊക്കെ നമ്മുടെ കുടുംബ ബജറ്റിന് ഈ കാലത്ത് റോക്കറ്റ് പോലെയാണ്. റോക്കറ്റ് അടുപ്പിൻ്റെ കാര്യമല്ല, പൈസ കുതിച്ച് കയറുന്നത്. കാരണം ആർക്കും ഇപ്പോൾ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ടൈമാണല്ലോ. എല്ലാവരും കൈയൊഴിഞ്ഞ, മലയാളികളെ കൈയൊഴിഞ്ഞ സമയം. കാശുള്ളവർക്ക് കുഴപ്പമില്ല, കാശില്ലാത്ത പാവപ്പെട്ടവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ വരുമാനമൊക്കെ ആയിട്ട് കടകളിലൊക്കെ പോയി ജോലിയും ചെയ്യുന്ന ആൾക്കാർ മാത്രമുള്ള വീടുകളിൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൈത്താങ്ങാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോഴികളുടെ സ്പെഷ്യൽ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ മിച്ചം ഉണ്ടായിരുന്ന ചീരത്തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മീനിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് ആണ് ഇന്നത്തെ ഫുഡ് റെഡിയാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് എത്താം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു.